ഒരു റഷ്യൻ ഫിലോസഫറും റൈറ്ററുമായ ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ക്ലാസിക് വർക്കാണ്. അത്യന്തമായിട്ടുള്ള അറിവ് എന്ത് എന്നതാണ് ഇതിലെ ഡിസ്കഷൻ. ഒരിക്കൽ ഒരു രാജാവിന് താൻ ഒരിക്കലും ഒന്നിനും തോൽക്കരുതെന്ന ആഗ്രഹം തോന്നി. അദ്ദേഹം ചിന്തിച്ചു, ജീവിതത്തിൽ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ലെന്ന്. ആ 3 ചോദ്യങ്ങൾ ഇപ്രകാരമാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു കാര്യം ചെയ്തു തുടങ്ങാനുള്ള റൈറ്റ് ടൈം, യോജ്യമായ സമയം ഏതാണെന്ന്. രണ്ടാമത്തെ ചോദ്യം, ഏത് മനുഷ്യരാണ് ഏറ്റവും യോഗ്യരായവർ? അതായത് രാജാവ് സ്വയം ചോദിക്കുകയാണ്, ആരെ താൻ ഉൾക്കൊള്ളണം, ആരെ താൻ തഴയണം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഏത് പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം നൽകാൻ കഴിയുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുമെന്ന് അദ്ദേഹം രാജ്യമൊട്ടാകെ വിളംബരം നടത്തി. പല പണ്ഡിതന്മാർ രാജാവിനെ കാണുവാൻ വന്നു. എന്നാൽ എല്ലാവരുടെയും മറുപടി വ്യത്യസ്തമായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിന് ചിലർ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: ഓരോ പ്രവൃത്തിയുടെയും കൃത്യമായ സമയം അറിയാൻ ഒരാൾ ദിവസങ്ങളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും പട്ടിക മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യണം. കൂടാതെ ഓരോ പ്രവൃത്തിയുടെയും ശരിയായ സമയം കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് വിനോദങ്ങളിൽ അധികം സമയം കളയാതെ ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് ചിലർ അഭിപ്രായം പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, ഓരോ പ്രവൃത്തിക്കും ശരിയായ സമയം കണ്ടെത്തുക എന്നത് രാജാവിന് തനിയെ സാധിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് കൗൺസിൽ രൂപീകരിക്കുക എന്ന്. എന്നാൽ കൗൺസിലിനു പകരം മാന്ത്രികനെയാണ് ആവശ്യമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് കിട്ടിയ മറുപടിയും വ്യത്യസ്തമായിരുന്നു. രാജാവിന് ഏറ്റവും ആവശ്യമുള്ള കൗൺസിലർമാരെയാണ് അദ്ദേഹം അനുസരിക്കേണ്ടത് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ പ്രീസ്റ്റിനെയാണെന്ന് മറ്റു ചിലരും പറഞ്ഞു. ചിലർക്ക് ഡോക്ടേഴ്സിനെയാണ് അനുയോജ്യരായി തോന്നിയത്. മറ്റു ചിലർക്ക് വാരിയേഴ്സ് ആയിരുന്നു ഏറ്റവും അനുയോജ്യർ. മൂന്നാമത്തെ ചോദ്യത്തിന് ചിലർ പറഞ്ഞു സയൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന്. മറ്റു ചിലർക്ക് വാർഫെയർ, യുദ്ധമുഖത്തെ സ്കില്ലായിരുന്നു. എന്നാൽ ചിലർക്ക് റിലീജിയനും വർഷിപ്പുമായിരുന്നു, മതപരമായ കാര്യങ്ങളിലായിരുന്നു പ്രാധാന്യം മറ്റു ചിലർക്ക്. ഈ വ്യത്യസ്തമായ ഉത്തരങ്ങൾ രാജാവിനെ തൃപ്തിയാക്കിയില്ല. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് കാട്ടിലുള്ള ഒരു സന്യാസിയെ പോയി കാണുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അറിവ് കൊണ്ട് വളരെ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ദൂരെ ഒരു കാട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അവിടം വിട്ട് അദ്ദേഹം എവിടെയും പോവാറില്ല. സാധാരണക്കാരോടാണ് അദ്ദേഹത്തിന് താല്പര്യവും. അതുകൊണ്ട് രാജാവ് ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ അംഗരക്ഷകരും അകമ്പടിയും ഒന്നുമില്ലാതെ സന്യാസിയുടെ കുടിലിന് മുമ്പിലെത്തി. ആ സമയത്ത് സന്യാസി തൻ്റെ കുടിലിന് മുമ്പിൽ കുഴിയെടുക്കുകയായിരുന്നു. തന്നെ കാണാനെത്തിയ മനുഷ്യനെ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം കുഴിയെടുക്കുന്നത് തുടർന്നു. സന്യാസി വളരെ ക്ഷീണിതനായിരുന്നു. തൻ്റെ മൺവെട്ടി കൊണ്ടുള്ള ഓരോ വെട്ടിനു ശേഷവും അദ്ദേഹം വല്ലാതെ ശ്വാസം എടുത്തിരുന്നു. രാജാവ് സന്യാസിയുടെ അടുത്തെത്തി പറഞ്ഞു, സന്യാസി വരിയ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് എനിക്ക് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ടിയാണ്. അദ്ദേഹം 3 ചോദ്യവും ചോദിച്ചു. സന്യാസി രാജാവ് പറഞ്ഞത് കേട്ടെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല. സന്യാസി കുഴിയെടുക്കുന്നത് തുടർന്നു. നിങ്ങൾ വളരെ ക്ഷീണിതനാണ്. ആ മൺവെട്ടി ഇങ്ങ് തരൂ, ഞാൻ താങ്കൾക്ക് വേണ്ടി പണിയെടുക്കാം എന്ന് പറഞ്ഞ് രാജാവ് കുഴിയെടുക്കുവാൻ തുടങ്ങി. 2 കുഴിയെടുത്തതിന് ശേഷം രാജാവ് വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചു. സന്യാസി മറുപടി നൽകിയില്ല. പകരം എഴുന്നേറ്റ് തൻ്റെ മൺവെട്ടി തിരികെ ചോദിച്ചു. എന്നാൽ രാജാവ് മൺവെട്ടി കൊടുത്തില്ല. പക്ഷേ ജോലി തുടർന്നു. സമയം കടന്നുപോയി. സൂര്യൻ മറയാൻ തുടങ്ങി. രാജാവ് വീണ്ടും സന്യാസിയോട് ചോദിച്ചു, അല്ലയോ, ഞാൻ ഇവിടെ വന്നത് എൻ്റെ ചോദ്യങ്ങൾക്കൊരു മറുപടി ലഭിക്കാനാണ്. താങ്കൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ തുറന്നു പറയൂ, ഞാൻ വീട്ടിലേക്ക് തിരികെ പൊയ്ക്കൊള്ളാം. എന്നാൽ സന്യാസിയുടെ മറുപടി ഇതായിരുന്നു: ദേ ആരോ ഒരാൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. രാജാവ് തിരിഞ്ഞു നോക്കി. ഒരു താടിയുള്ള മനുഷ്യൻ മരങ്ങൾക്കിടയിൽ നിന്നും ഓടി വരുന്നുണ്ട്. അയാൾ തൻ്റെ കൈകൾ വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവയ്ക്കിടയിലൂടെ രക്തം വാർന്നൊഴുകുന്നുണ്ട്.
അയാൾ രാജാവിനടുത്തെത്തിയപ്പോൾ ദയനീയമായി കരഞ്ഞുകൊണ്ട് ബോധരഹിതനായി നിലത്ത് വീണു. സന്യാസിയും രാജാവും ചേർന്ന് ആ മനുഷ്യനെ ഡ്രസ്സ് മാറ്റി വയറിലുണ്ടായിരുന്ന മുറിവുകൾ കഴുകി കെട്ടിവെച്ചു. മുറിവൊന്ന് വലിഞ്ഞ് ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന അവസ്ഥ വരെ രാജാവ് ആ മുറിവ് കഴുകി കെട്ടുക എന്നത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് കുടിക്കാൻ വെള്ളവും കൊടുത്തു. അപ്പോഴേക്കും രാത്രിയായിരുന്നു. രാജാവ് അയാളെ സന്യാസിയുടെ കുടിലിനകത്ത് കിടത്തി. അയാൾ സമാധാനത്തിൽ ഉറങ്ങി. അപ്പോഴേക്കും രാജാവ് ക്ഷീണിച്ചിരുന്നു. സമ്മറിൻ്റെ ചൂടിലും രാജാവ് അവിടെ സുഖമായി ഉറങ്ങി. നേരം വെളുത്തെഴുന്നേറ്റ രാജാവ് താൻ ആരെന്നോ ഈ താടി വെച്ച മനുഷ്യൻ ആരെന്നോ ഓർത്തെടുക്കുന്നതിനു മുമ്പേ എന്നോട് ക്ഷമിക്കണേ എന്ന് ക്ഷീണിച്ച സ്വരത്തിൽ ആ താടിയുള്ള മനുഷ്യൻ പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തിനു നിങ്ങളോട് ക്ഷമിക്കണം? രാജാവ് ചോദിച്ചു. താടി വെച്ച മനുഷ്യൻ പറഞ്ഞു തുടങ്ങി. എന്നെ അങ്ങേയ്ക്ക് അറിയില്ല, എന്നാൽ എനിക്ക് അങ്ങയെ അറിയാം. എൻ്റെ സഹോദരനെ കൊന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സ്വന്തമാക്കിയ അങ്ങയെ കൊന്ന് പകരം വീട്ടാൻ വന്ന ആളാണ് ഞാൻ. ഈ സന്യാസിയെ കാണാൻ അങ്ങ് തനികയാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. മടക്കി യാത്രയിൽ അങ്ങയെ വധിക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ വൈകിട്ടായിട്ടും തിരികെ വരാത്ത അങ്ങയെ കണ്ടെത്തി വധിക്കാൻ വന്നതാണ് ഞാൻ. പക്ഷേ വഴിയിൽ അങ്ങയുടെ ഭടന്മാർ എന്നെ പിടികൂടി മുറിവേൽപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അവരേൽപ്പിച്ച മുറിവാണ് അങ്ങ് ഭേദപ്പെടുത്തിയത്. അങ്ങനെ അങ്ങയെ വധിക്കാൻ വന്ന ആളാണ് ഞാൻ. എന്നാൽ അങ്ങ് എൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ഇതിന് ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. തുടർന്നുള്ള ജീവിതത്തിൽ ഞാനും എൻ്റെ മക്കളും അങ്ങയുടെ വിശ്വസ്തരായ സേവകരായിരിക്കും. എന്നോട് ക്ഷമിച്ചാലും. ശത്രുവിനോട് സമാധാനം സ്ഥാപിക്കാൻ സാധിച്ചതിൽ രാജാവിന് വളരെ സന്തോഷം തോന്നി. പുതിയ സുഹൃത്തിനെ പരിചരിക്കാൻ സെർവൻസിനെയും ഡോക്ടറിനെയും അയക്കാമെന്നും നഷ്ടപ്പെട്ട സ്വത്ത് അവർക്ക് തിരികെ നൽകാമെന്നും ഉറപ്പുകൊടുത്തു. താടിയുള്ള മനുഷ്യനോട് വിട പറഞ്ഞ് രാജാവ് സന്യാസിയുടെ അടുത്ത് ചെന്നു. ഇന്നലെ കിളച്ചിട്ട മണലിൽ വിത്ത് നടുകയായിരുന്നു സന്യാസി. അദ്ദേഹം ചോദിച്ചു, അവസാനമായി ഞാൻ താങ്കളോട് യാചിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. താങ്കൾക്ക് അതിനുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞു, സന്യാസി പറഞ്ഞു. എന്ത്, എനിക്ക് മറുപടി കിട്ടിയെന്നോ? രാജാവ് ചോദിച്ചു. ഓ, താങ്കൾക്കത് മനസ്സിലായില്ല അല്ലേ? ശരി. ഇന്നലെ അങ്ങയ്ക്ക് എന്നോട് ദയവ് തോന്നി എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യൻ അങ്ങയെ ഉപദ്രവിച്ചേനെ. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കാത്തതിൽ താങ്കൾക്ക് പശ്ചാത്താപം തോന്നിയേനെ. അപ്പോഴേറ്റവും ഉചിതമായ സമയം ആ മണ്ണ് കിളച്ച സമയമായിരുന്നു. സന്യാസിയായ ഞാനായിരുന്നു ഏറ്റവും ഉത്തമനായ മനുഷ്യനും. താങ്കൾ അപ്പോൾ ചെയ്തിരുന്ന ജോലിയായിരുന്നു ഏറ്റവും മികച്ച കാര്യവും. അതിനുശേഷം ആ മനുഷ്യൻ നമ്മളുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ അദ്ദേഹമായിരുന്നു ഏറ്റവും യോഗ്യനായ മനുഷ്യൻ. അദ്ദേഹത്തെ താങ്കൾ പരിഗണിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടി. അവിടെ ഏറ്റവും ഉത്തമമായ കാര്യം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. ഓർക്കുക, നമുക്ക് ഒരേ ഒരു സമയമേ മികച്ചതായുള്ളൂ. അത് ഈ നിമിഷമാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ സമയമോ ഇനി വരാനുള്ള സമയമോ ഈ നിമിഷത്തിൻ്റെ അത്രയും മുഖ്യമല്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതപ്പോൾ തന്നെ ചെയ്യുക. മറ്റൊരു ഉചിതമായ സമയത്തേക്ക് നോക്കിയിരിക്കേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ ആരുടെ കൂടെയാണോ ഉള്ളത് അയാളെ ഏറ്റവും നന്നായി പരിചരിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് നന്മ വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ നന്മ ചെയ്യുക എന്നതായിരിക്കണം. കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.